നമസ്കാരം. സമ്പത്ത് 2073 പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യം സമ്പത്ത് 2072 വിപണിയുടെ പ്രകടനം നമുക്ക് വിലയിരുത്താം. ഉത്തരേന്ത്യൻ ഹിന്ദു കലണ്ടറായ സമ്പത്ത് 2072 ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ച് നേട്ടങ്ങളുടെ വർഷമായിരുന്നു. സാമ്പത്തിക രംഗത്തുണ്ടായ പരിഷ്കരണ നടപടികൾക്ക് പുറമെ കമ്പനികളുടെ തിരിച്ചുവരവും വിപണിക്ക് കരുത്തു പകരുകയായിരുന്നു. നഷ്ടങ്ങളുടെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയ മെറ്റൽ ഓഹരികളുടെ ശക്തമായ തിരിച്ചുവരവാണ് സമ്പത്ത് 2072 വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ രാജ്യാന്തര ഓഹരി വിപണിയുടെ ചൂടുപിടിച്ച് ഇന്ത്യൻ ഓഹരി വിപണിയും ചാഞ്ചാടുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് സമ്പത്ത് 2072 തുടക്കമായത്. സമ്പത്ത് 2071 വർഷത്തിൽ ആഗോള വിപണിയുടെ നഷ്ടക്കഥ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുകയായിരുന്നു. രാജ്യത്തെ പ്രമുഖ ഓഹരി വിപണിയായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സ് 1% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി സാമ്പത്തിക രംഗത്തുണ്ടായ പരിഷ്കരണ നടപടികളും ഘട്ടം ഘട്ടമായി കമ്പനികളുടെ വരുമാന വളർച്ച മെച്ചപ്പെട്ടതും സമ്പത്ത് 2072 മറിച്ച് ചിന്തിപ്പിക്കുകയായിരുന്നു. ചരക്ക് സേവന നികുതി, പാപ്പരത്ത സംഹിത, മൺസൂൺ മെച്ചപ്പെട്ടത് അടക്കം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഘടകങ്ങളാണ് വിപണിയിൽ പ്രതിഫലിച്ചത്. ഇതിന്റെയെല്ലാം സ്വാധീന ഫലമായി വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും വിപണിയിലേക്ക് ഒഴുകിയെത്തി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇക്കാലയളവിൽ 40,240 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. ആഭ്യന്തര നിക്ഷേപകരും ഒട്ടും പിന്നിലല്ല. 20,010 കോടി രൂപയാണ് ഇവരുടെ നിക്ഷേപം. വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന 10 ഓഹരികളിൽ 7 നേട്ടം രേഖപ്പെടുത്തി എന്നതാണ് മറ്റൊരു സവിശേഷത. സെൻസെക്സ് മാത്രം 9% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ചൈനീസ് സമ്പദ് വ്യവസ്ഥ തളർച്ചയിലേക്ക് നീങ്ങിയതിന്റെ ഫലമായി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ മെറ്റൽ ഓഹരികളുടെ ശക്തമായ തിരിച്ചുവരവാണ് വിപണിയെ മുഖ്യമായി സ്വാധീനിച്ചത്. ഇതിനു പുറമെ എണ്ണ, പ്രകൃതിവാതകം, ഓട്ടോ, റിയൽറ്റി, ബാങ്ക്, FMCG ഓഹരികളും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ വിപണിയുടെ തിരിച്ചുവരവ് അനിവാര്യമാക്കി. മറ്റ് സെക്ടറുകളിലെയെല്ലാം പിന്നിലാക്കിയ മെറ്റൽ ഓഹരികളുടെ മാത്രം നേട്ടം 45%. മെറ്റലിന് പുറമെ എണ്ണ, പ്രകൃതിവാതകം, ഓട്ടോ, റിയൽറ്റി ഓഹരികളും യഥാക്രമം 40%, 20%, 19% നേട്ടമുണ്ടാക്കി. അതേസമയം ഡിഫൻസീവ് ഓഹരികളായ IT, ഫാർമ ഓഹരികൾ നഷ്ടം നേരിടുന്നതിനും സമ്പത്ത് 2072 സാക്ഷിയായി. കടബാധ്യത പെരുകുന്നതും നിക്ഷേപം കുറയുന്നതുമാണ് IT ഓഹരികൾക്ക് വിനയായത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഇന്ത്യോ പാക് ബന്ധം വഷളാകുന്നതും ബ്രെക്സിറ്റിന്റെ അനന്തരഫലങ്ങളും ചരക്ക് സേവന നികുതി യാഥാർത്ഥ്യമാക്കുന്നതിന് നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടെ നിരവധി പ്രതിബന്ധങ്ങൾ സമ്പത്ത് 2073 ഓഹരി വിപണിയെ കാത്തിരിക്കുന്നതായി വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ബിസിനസ് ഡെസ്ക് റിപ്പോർട്ടർ. ചർച്ചയിൽ പങ്കെടുക്കുന്നത് DBFS മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ് ജോർജ്, സെലിബ്രസ് ക്യാപിറ്റൽ ഡയറക്ടർ ശരത് എസ് പിള്ള. ആദ്യം ശ്രീ പ്രിൻസ് ജോർജ്, സമ്പത്ത് 2072 നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം സെൻസെക്സിന് മാത്രം 8% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. നമ്മൾ 2071 പരിശോധിക്കുമ്പോൾ 1% നഷ്ടം. അതിൽ നിന്ന് ഒരു മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് വിപണി വന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ വിപണിയുടെ പ്രകടനത്തെ? ഇൻഡെക്സിൽ മാത്രം നോക്കിയാൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇൻഡെക്സ് ശരിക്കും പറഞ്ഞാൽ ബ്രോഡായിട്ടുള്ള മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് മാത്രം നോക്കുകയാണെങ്കിൽ 8-9% ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അത് മോശമെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ ഇൻഡെക്സിലെ പല സെക്ടേഴ്സും വലിയ ലീഡിംഗ് സെക്ടേഴ്സായിട്ടുള്ള IT, ബാങ്കിങ് പോലെയുള്ള മേഖലകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് വേണം പറയാൻ. അതിൽ IT മേഖല ആദ്യമായിട്ട് ചെറിയൊരു തളർച്ച നേരിട്ട വർഷമാണ്. ബാങ്കിങ്ങിലാണെങ്കിൽ ഈ ബാഡ് ലോൺസിൻ്റെയും മറ്റുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാങ്കിങ്ങിൽ തന്നെ പൊതുവെ കൊട്ടക്കടങ്ങൾ പെരുകുന്നു എന്നൊക്കെയുള്ള സൂചനകൾ വന്നപ്പോഴത്തേക്കും ബാങ്കിങ് ഇൻഡെക്സും അത്ര രീതിയിൽ പെർഫോം ചെയ്തില്ല. എന്നാൽ മറ്റ് ചില സെക്ടേഴ്സ് ഇപ്പം ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ തൊട്ട് കൺസ്യൂമർ കണക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ്, അതുപോലെ തന്നെ ഒരിക്കലും റിവൈവൽ പ്രതീക്ഷിക്കാത്തൊരു സെക്ടറായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ മേഖല. ആ മേഖലയിലുള്ള ഷെയറുകളൊക്കെ ചെറിയ തോതിലും അല്ലെങ്കിൽ വലിയ തോതിലുള്ള മൂവ്മെൻറ്റ്സ് ഈ പീരീഡിലുണ്ടായിരുന്നു. മൊത്തത്തിൽ എക്കണോമി നോക്കുകയാണെങ്കിൽ വളരെയേറെ ചലഞ്ചസ് ഈ ഒരു വർഷം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ചലഞ്ചസ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ എക്സിറ്റ്, പല സെൻട്രൽ ബാങ്കുകളുടെയും പോളിസികൾ, നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റുള്ള പല രാജ്യങ്ങളുടെയും സംഭവങ്ങൾ, ഇതെല്ലാം നമ്മളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മാർക്കറ്റിനെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് 10% ഗെയിൻ എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇത് നിഫ്റ്റി തന്നെ ഏറ്റവും ലോ ലെവൽ 6,900 വരെ താഴേക്ക് പോയിരുന്നു. അപ്പോൾ അത്രമാത്രം താഴത്തെ ഒരു ലെവലിൽ പോയതിനു ശേഷം ഇപ്പോൾ റിക്കവർ ചെയ്ത് വന്ന് വീണ്ടും 8,800 വരെ പോയിട്ട് 8,600 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
അപ്പോൾ ചുരുക്കത്തിൽ ഇൻഡെക്സിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. മാർക്കറ്റ് പൊതുവെ മികച്ചതായിരുന്നു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. പക്ഷേ വലിയൊരു കുതിച്ചുചാട്ടം എക്കണോമിയിൽ ഉണ്ടായില്ല. അതിന് കാരണം ഇപ്പോഴും കമ്പനികൾക്ക് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്തോ മറ്റോ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതിൻ്റെ മൂലമുണ്ടായിട്ടുള്ള ഗെയിനുകളോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പം പോളിസികൾ, ധാരാളം പോളിസി അനൗൺസ്മെൻറ്റ് പുതിയ BJP ഗവൺമെൻറ് കൊണ്ടുവന്നു എന്ന് പറയുന്നു. ആ പോളിസികളുടെ ഫലങ്ങളോ ഒന്നും കമ്പനികളുടെ റിസൾട്ടിൽ കാണാൻ സാധിക്കാത്തതുകൊണ്ട് വലിയ തോതിലുള്ള കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്കിലും റിഫോംസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, GST പോലെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മൂലധന ട്രേഡിംഗിലേക്ക് ആളുകൾ വന്നിരിക്കുന്നത്. ശ്രീ ശരത് എസ് പിള്ള, ഇപ്പോൾ 2071 നമ്മൾ പരിശോധിക്കുമ്പോൾ 9% വളർച്ച. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 10 ഓഹരികളിൽ 7 ഓഹരികളും നേട്ടം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 2071 വർഷം നമ്മൾ പരിശോധിക്കുമ്പോൾ മെറ്റൽ ഓഹരികളെല്ലാം തന്നെ വലിയ രീതിയിൽ നഷ്ടം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ 2072 മെറ്റൽ ഓഹരികളെല്ലാം തിരിച്ചു വന്നിരിക്കുന്നു. 45% നേട്ടത്തോടെ ഏറ്റവും ഉയർന്ന നിലയിൽ വരുമാനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മേഖലയെ മെറ്റൽ ഓഹരികൾ മാറിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ ഓഹരി വിപണിയുടെ പ്രകടനം? സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്ക് അനുകൂലമായി വിപണിയിൽ പ്രതിഫലിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ ഒരു മൈക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ നോക്കേണ്ടത്? തീർച്ചയായിട്ടും സമ്പത്ത് 2072 നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 ക്വാർട്ടറിന് ശേഷം ഇപ്പം വന്നിരിക്കുന്ന കമ്പനികളുടെ റിസൾട്ടൊക്കെ നോക്കുകയാണെങ്കിൽ മുൻകാലങ്ങളെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് പല കമ്പനികൾക്കും കാഴ്ചവെക്കാൻ പറ്റിയത്. ഒട്ടനവധി കമ്പനികൾ കഴിഞ്ഞ വർഷത്തെക്കാൾ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നേരെ മറിച്ച് നമുക്കിപ്പം വന്നിരിക്കുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസിൻ്റെയോ ഇതിൻ്റെ ഒന്നും ബെനിഫിറ്റ് 100% കമ്പനികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. തീർച്ചയായിട്ടും ഈ മെറ്റൽസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന കമ്പനികളുടെ പെർഫോമൻസ് ആണ് കൂടുതലായിട്ടും വന്നത്. മുൻകാലങ്ങളിൽ അവരുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അവരുടെ പെർഫോമൻസ് വളരെയധികം മുന്നിട്ട് വന്നു. അതിൽ മെയിനായിട്ടുള്ളത് കൺസ്ട്രക്ഷൻ സെക്ടറിലും അതേ കണക്കിന് ഓട്ടോമൊബൈൽ സെക്ടറിലുമുള്ള കമ്പനികളാണ്. പിന്നെ മെയിനായിട്ടുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ്റെ റേറ്റ് നമുക്ക് ഏകദേശം 5% താഴെ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അതും നമ്മളുടെ വിപണിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് മെയിനായിട്ട് നമ്മൾ നോക്കിക്കാണുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനകത്തുള്ള കുറവിനെയാണ്. ഇൻട്രസ്റ്റ് റേറ്റിനകത്തുള്ള കുറവുകൾ പലപ്പോഴും പല കമ്പനികൾക്കും അതിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ടുകൾ വരുന്ന മാസങ്ങളിലുള്ള പെർഫോമൻസ് റിസൾട്ടിനകത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ശ്രീ ശരത് എസ് പിള്ള, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ വിപണി വ്യാപാരം ആരംഭിച്ചിരിക്കുന്നു. 1 മണിക്കൂറാണ് മുഹൂർത്ത വ്യാപാരം. ഏറെ ഐശ്വര്യത്തോടെയാണ് ഇതിനെ കാണുന്നത്. ഉത്തരേന്ത്യയാണ് ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. എന്തായാലും നമ്മൾ ആ ഒരു പ്രാചീനമായ ആഘോഷം ഇപ്പോഴും വിപണിയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സെൻസെക്സ് 29 പോയിന്റ് നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നു. 27,970 ഇപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും എങ്ങനെ കാണുന്നു ഈ വിപണി? ഒരു പ്രതീക്ഷയുടെ വക്കിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ആ രീതിയിൽ ഇതിനെ കാണാൻ കഴിയുമോ? ഇനി വരുന്ന ഒരു വർഷവും വിപണിയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന 9% നേട്ടത്തിന് ഉപരിയായിട്ട് വിപണി വലിയൊരു മുന്നേറ്റം, ഒരു 30,000 കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ മാർക്കറ്റിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. കമ്പനിയുടെ ഈ റിസർച്ചിൽ നിന്നുള്ള ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന GSTയുടെ ഇംപ്ലിമെന്റേഷനകത്തുള്ള ഇമ്പാക്റ്റും അതിന് തന്നെ കറണ്ട് അക്കൗണ്ടിലുള്ള ഡെഫിസിറ്റിന്റെ ഇമ്പാക്റ്റും അതിനൊക്കെ തന്നെ നമ്മളുടെ വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റിനകത്തുള്ള ചേഞ്ചസും എല്ലാം ഈ മാർക്കറ്റിന് മിനിമം ഓൺ ആൻ ആവറേജ് ഒരു 20% കുറയാത്ത ഒരു റിട്ടേൺ കൊടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീ പ്രിൻസ് ജോർജ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ പറഞ്ഞു വരുന്നത് സാമ്പത്തിക പരിഷ്കരണ നടപടികളുമായി കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന പ്രത്യക്ഷ വിദേശ നിക്ഷേപ വ്യവസ്ഥകളിലെല്ലാം വളരെയധികം ഇളവുകൾ അനുവദിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ഗുണഫലം വിപണിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നൊരു സംശയവും നിലനിൽക്കുന്നു. നമുക്കറിയാവുന്നതാണ് ഓഗസ്റ്റിലെ IIP ഡേറ്റ. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം 2008 ശേഷമുള്ള ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം ഒരു മാനുഫാക്ചറിംഗ് സെക്ടർ ആണ് ഏറ്റവും കൂടുതൽ വിപണിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ്, ഒരു വിപണി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു അളവുകോലായിട്ട് കാണുന്ന ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയാണ്. ആ ക്യാപിറ്റൽ ഗുഡ്സ് മേഖല കഴിഞ്ഞ ഒരു വർഷം കാര്യമായ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ വിപണിയുടെ ഇപ്പോഴത്തുള്ള അവസ്ഥ ഇനി ഒരു താഴേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും ചിലർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. മാർക്കറ്റിൽ റിഫോംസ് കൊണ്ടുവന്ന് അതിൻ്റെ റിസൾട്ടുകളൊന്നും കമ്പനി റിസൾട്ടുകളിലോ അല്ലെങ്കിൽ അതിൻ്റെതൊക്കെയുള്ള ഡേറ്റകളിലൊന്നും പ്രതിഫലിക്കുന്നില്ല. IIP ഡേറ്റ തൊട്ട് പല ഡേറ്റകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണിത് പ്രതിഫലിക്കാത്തതിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള വാദഗതികളുണ്ട്.
ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ റിഫോംസ് ഒക്കെ ഒരു ലാഗോട് കൂടി മാത്രമേ ഡേറ്റയിൽ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം മാത്രമേ ഡേറ്റ ഇംപ്രൂവ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് വിസിബിളായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംഗിളിൽ നോക്കിയാൽ എല്ലാവരും നിക്ഷേപങ്ങൾ നടത്തുന്നത് വാല്യുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇന്ത്യൻ ഓഹരികൾ ഈ ഒരു ആൻറ്റിസിപ്പേഷനിൽ, അതായത് ഒരു എക്കണോമിക് ടേൺ അറൗണ്ട് വരും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനിൽ തന്നെ കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്തപ്പം പല സ്റ്റോക്കുകളുടെയും വാല്യുവേഷൻ അതിൻ്റെ ഫണ്ടമെൻ്റൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റിച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ നിക്ഷേപത്തിന് 100% അനുയോജ്യമായിട്ടുള്ള ഒരു ലെവലിലല്ല വാല്യുവേഷൻ നിൽക്കുന്നത്. എന്നാലും ലോങ് ടേമിലേക്കുള്ള ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രോസ്പെക്ട്സും ഈ ഡേറ്റകളിലൊക്കെ തിരികെ വരാമെന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വാല്യുവേഷൻ അട്രാക്റ്റീവായിട്ട് വരും. അത് എപ്പോഴും ഒരു ഡിപ്പ് ഉണ്ടാകുമ്പോഴായിരിക്കും മാർക്കറ്റ്. ഒരു സംശയം വരുന്നത് മാക്രോ എക്കണോമിക് ഡേറ്റയിനേക്കാൾ ഉപരി മൈക്രോ ലെവലിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? കാരണം കോർപ്പറേറ്റ് ഏണിംഗ്സിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാവരും വിചാരിച്ചു GST പാസ്സായപ്പോൾ വലിയ രീതിയിലൊരു ഓഹരി വിപണിയിൽ ബൂം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്തരത്തിലുള്ളൊരു ബൂം വിപണിയിൽ കണ്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമല്ലേ? അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. മാർക്കറ്റിന് മുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് GST അനൗൺസ് ചെയ്തു എന്നുള്ളൊരു ട്രിഗർ മാത്രം കൊണ്ട് മൂവ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി തന്നെ ഇത്തരം പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ ഫാക്ടറിൻ ചെയ്ത് കുറച്ച് മുകളിലേക്ക് വന്ന് നിൽക്കുകയാണ്. എങ്കിലും അടുത്ത വരും മാസങ്ങളിൽ കാണാൻ പോകുന്ന ഒരു കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ഒരു സാഹചര്യത്തിലും മറ്റ് എൻ്റെ കോ പാനലിസ്റ്റ് പറഞ്ഞ പോലെ ഇൻഫ്ലേഷനൊക്കെ താഴേക്ക് വന്ന ഒരു സാഹചര്യത്തിലുമൊക്കെ കമ്പനികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ വാല്യുവേഷൻ അട്രാക്റ്റീവായിട്ട് വരികയും വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലോബൽ എക്കണോമിയിലുണ്ടായ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ സ്ഥിതിയാണ്. വളരെ മോശമായിട്ടാണ് മറ്റ് പല രാജ്യങ്ങളും നിൽക്കുന്നത്. US ഒഴികെ ഇപ്പം UK രാജ്യങ്ങളും ബ്രിട്ടീഷ് എക്സിറ്റിന് ശേഷവും ചൈന പോലും ഒരു മേജർ കുതിച്ചുചാട്ടത്തിലൊന്നും അല്ല നിൽക്കുന്നത്. ശരിക്കും സ്ലോ ഡൗൺ ആണുള്ളത്. ജപ്പാൻ അടക്കം ജർമ്മനി അടക്കം പല രാജ്യങ്ങളിലും നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു വൻ കുതിച്ചുചാട്ടം നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും ഡൗട്ടുണ്ട്. എക്സ്പോർട്ട് കുറച്ച് ഡള്ളായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി വന്നാൽ മാത്രമേ നമുക്ക് വലിയ കുതിച്ചുചാട്ടം പറ്റൂ. പ്രിൻസ് ജോർജ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ തന്നെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ ഒരു വർഷം ഇപ്പോൾ നമ്മളിനി 2072 കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് 2073 കുറിച്ചാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യേണ്ടത്. ആ ഒരു മേഖലയിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. മറ്റൊന്ന് ബ്രെക്സിറ്റിന് പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു രീതി തന്നെ ഇപ്പോൾ ഇറ്റലി പോലുള്ള രാജ്യങ്ങളും സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ US സെൻട്രൽ ബാങ്ക് ഡിസംബറിൽ പലിശ നിരക്ക് ഉയർത്തുമെന്നുള്ള സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സമ്പത്ത് 2072 പോലെ അത്ര ശോഭനമായിരിക്കുമോ സമ്പത്ത് 2073? എന്നോടാണോ? ഓക്കെ, എനിക്ക് തോന്നുന്ന കാര്യം ഈ പറഞ്ഞ ഇവന്റുകളും നേരത്തെ നമ്മൾ GST വന്നപ്പോൾ മാർക്കറ്റ് കയറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ അമേരിക്കൻ ഇലക്ഷൻ അടക്കമുള്ള ഇവന്റുകളും മാർക്കറ്റ് ഒരു പരിധി വരെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് എപ്പോഴും മുമ്പോട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിൽ വലിയ സാമർഥ്യം മാർക്കറ്റിലുള്ള പലർക്കും ഉണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസിഷൻ മാർക്കറ്റിൽ ഓൾറെഡി വന്ന് എല്ലാവരും തന്നെ അത് ഡിസ്കൗണ്ട് ചെയ്തൊരു ഫാക്ടറാണ്. പക്ഷേ അമേരിക്കൻ ഇലക്ഷൻ ഷോർട്ട് ടേമിൽ, പ്രത്യേകിച്ച് ഈ നവംബർ 8-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. നവംബർ ആദ്യത്തെ 2 ആഴ്ചകളിൽ അമേരിക്കൻ ഇലക്ഷൻ ഗ്ലോബൽ മാർക്കറ്റുകളെ എല്ലാം സ്വാധീനിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വോളറ്റാലിറ്റി പ്രതീക്ഷിക്കാം. ഇന്ത്യൻ മാർക്കറ്റിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ അമേരിക്കൻ ഇലക്ഷൻ റിസൾട്ട് മോശമായിട്ട് വരികയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, ഒരു കറക്ഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറക്ഷൻ മാർക്കറ്റിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. പക്ഷേ നിക്ഷേപകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോങ് ടേമിലേക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ കമ്പനികൾ ഈ ഗ്ലോബൽ സിറ്റുവേഷനുമായിട്ട് കുറച്ചൊക്കെ അഫക്റ്റഡ് ആകുമെങ്കിലും ഇൻസുലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, ശക്തമായിട്ടുള്ള ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ആ മാർക്കറ്റിലേക്ക് റീ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരമാണ് ആളുകൾക്ക്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം സൂചിപ്പിച്ച പോലെ അടുത്ത 2-3 വർഷങ്ങൾ, ഈ ഒരു വർഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുക, പിന്നെ ഒരു 3-4 വർഷത്തേക്ക് നോക്കുക. ഈ സൈക്കിള് തിരിഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനായിട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടാനായിട്ടുള്ള ചാൻസുകൾ കുറവാണ്. പിന്നെ നമുക്ക് നല്ലൊരു മൺസൂൺ കിട്ടി. പല ഫാക്ടേഴ്സും നമ്മളിപ്പോൾ കാണാത്ത പല ഫാക്ടേഴ്സും ഉണ്ട്. അതായത് 7th പേ കമ്മീഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്, 1 റാങ്ക് 1 പെൻഷൻ മൂലം ആളുകളുടെ കയ്യിൽ കിട്ടുന്ന അഡീഷണൽ ആയിട്ട് വരാൻ പോകുന്ന കുറച്ച് കാശ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, കാറുകൾ മേടിക്കുന്നതിലും വീട് വെക്കുന്നതിലും വീട് മോഡിഫൈ ചെയ്യുന്നതും അടക്കമുള്ള പല കാര്യങ്ങളിലേക്കുള്ള സ്പെൻഡിങ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ
എക്കണോമി കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് അടുത്ത 2 വർഷം നിൽക്കാനായിട്ടുള്ള ചാൻസ് ആണുള്ളത്. പ്രത്യേകിച്ച് ഈ വർഷം ഈ നേരത്തെ സൂചിപ്പിച്ച നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്, ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ യൂറോപ്പിലുള്ള ഇനിയും ഇറ്റലി പോലുള്ള രാജ്യങ്ങളുടെ ഈ ബ്രിട്ടൻ്റെ ആ പാത തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ എക്കണോമിക്ക് വളരെ ടഫായിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. എങ്കിലും ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഒരു ശുഭപ്രതീക്ഷയുള്ള ഒരു വർഷമാണ് ഈ വരാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരത് പിള്ള, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മെറ്റൽ ഓഹരി 45%, അതേസമയം ഓയിൽ ആൻഡ് ഗ്യാസ് 40%, ഓട്ടോ 20%, റിയൽറ്റി 19%, ബാങ്ക് 16%, FMCG 10%. അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിഫൻസീവ് സെക്ടറായ IT, ടെലികോം, ഫാർമ ഓഹരികളിലെല്ലാം തന്നെ വലിയ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കാം ഈ 2073 സമ്പത്ത് 2073? കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്ന 1-2 സെക്ടേഴ്സാണ് ഫാർമ, IT മുൻകാലങ്ങളിൽ. കഴിഞ്ഞ വർഷമല്ല, മുൻകാലങ്ങളിൽ. പക്ഷേ ഈ വർഷം നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും ഇൻ്റർനാഷണലുള്ള ന്യൂസസുകളാണ് മെയിനായിട്ടും ഈ പർട്ടിക്കുലർ സെക്ടറിലുള്ള കമ്പനികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്. നേരെ മറിച്ച് ഈ ഷോർട്ട് ടൈമിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, സാർ പറഞ്ഞ രീതിയിൽ US ഇലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ പറയുന്ന സെക്ടറുകളിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇമീഡിയറ്റ് ആയിട്ട് ഇന്ത്യൻ ഡൊമസ്റ്റിക്കലി വരുന്ന ന്യൂസസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ബഡ്ജറ്റ് ആയിരിക്കും. അതായത് ജാനുവരി എൻഡ് അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടി വരാൻ പോകുന്ന നമ്മുടെ ബഡ്ജറ്റിനകത്തായിരിക്കും ഇനി ഓരോ സെക്ടർ വൈസ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻസും അതേ കണക്ക് തന്നെ ഓരോ കറക്റ്റീവ് മെഷേഴ്സും വരുന്നത്. കാര്യം ഇപ്പോൾ തന്നെ ഈ ഗവൺമെന്റ് 2 ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ളത് അവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേൺ കൂടാണ്. ബിക്കോസ് അവസാനത്തെ മോസ്റ്റ്ലി എല്ലാ ഗവൺമെന്റും ചെയ്യുന്ന ഒരു ജനകീയ ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 ബഡ്ജറ്റുകൾ, ഇനി വരാൻ പോകുന്ന 2 ബഡ്ജറ്റുകളുമാണ് ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഓരോ സെക്ടർ വൈസ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ പ്രധാനമായിട്ടും വിലയിരുത്തുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ GSTയുടെ ഇംപ്ലിമെന്റേഷൻ ഉള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് കൂടെ ഈ വരുന്ന ബഡ്ജറ്റിനകത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഒരു വിപണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിപണിയുടെ അല്ലെങ്കിൽ റേറ്റ് സെൻസിറ്റീവ് ഓഹരികൾ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന ബാങ്ക് ഓഹരികളുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ബാങ്ക് ഓഹരികളുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കാം? ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ബാങ്കുകളുടെ ക്യാപിറ്റൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ബേസൽ 3 നോംസ് അനുസരിച്ചും കൂടാതെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലും 25,000 കോടി രൂപ നീക്കിവെക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിച്ചിരുന്നു. പക്ഷേ കിട്ടാക്കടം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇത് അപര്യാപ്തമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ചെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ബാങ്ക് ഓഹരികളുടെ എല്ലാം ഒരു ഭാവി എന്തായിരിക്കാം? തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടറിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ കണ്ടിരുന്ന NBA കമ്പയർ ചെയ്യുമ്പോൾ പല ബാങ്കുകളിലും അവരുടെ നില മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ബാങ്കുകളുടെ NBAയിൽ വളരെ കാര്യമായിട്ടുള്ള കുറവുകൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ബാങ്കിങ് റിഫോംസ് ആയിട്ട് ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസും എടുത്തിട്ടുണ്ട്. അതായത് പല ബാങ്കുകളുടെയും മെർജറും ബാക്കിയുള്ള കാര്യങ്ങളും. സോ ഈ കറക്റ്റീവ് ആക്ഷൻസിന്റെ റിസൾട്ടുകൾ എന്തായാലും ഈ വരുന്ന വർഷങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വിപണിയെ കാണുന്നത്. കാര്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബാക്കിയുള്ള മെർജേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഇന്ത്യൻ വിപണിക്ക് വളരെ ബാക്കപ്പ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ പ്രിൻസ് ജോർജ്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ IIP ഡേറ്റ മാറ്റിവെച്ചാലും മറ്റ് മാക്രോ എക്കണോമിക് ഡേറ്റകളെല്ലാം അനുകൂലമാണ്. ഇപ്പോൾ CPI തന്നെ 5% താഴേക്ക് വന്നിരിക്കുന്നു. വിദേശ നാണ്യ ശേഖരം നമ്മൾ പരിശോധിക്കുമ്പോൾ 37,000 കോടി ഡോളറിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൂടാതെ FDI നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. 2015-16 സാമ്പത്തിക വർഷം 29% ഒരു വളർച്ചയാണ് ഈ മേഖല രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആഗോള വിപണികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലും ഇന്ത്യയിലേക്ക് നിക്ഷേപകർ വരും അല്ലെങ്കിൽ ഒഴുകിയെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ താങ്കൾക്ക് ഇപ്പോഴും ഉണ്ടോ? ഇന്ത്യക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ സംബന്ധിച്ച് അത്ര വലിയൊരു റിസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ലോകത്ത് മറ്റു പല സ്ഥലങ്ങളിലും കാര്യമായിട്ട് നിക്ഷേപിക്കാൻ പറ്റിയ അവസരങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോഴും ഗ്രോത്ത് ഉണ്ട്. അത് ഒരു 7.5% ഗ്രോത്ത് ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്ലോബൽ സിറ്റുവേഷൻ, ഈ ഓയിൽ പ്രൈസസ് താഴേക്ക് വന്നു, മിഡിൽ ഈസ്റ്റിലൊരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിൽ സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. US കാര്യം ഇലക്ഷന് ശേഷം പുതിയൊരു ഗവൺമെൻറ് വരുമ്പോൾ അവരുടെ പോളിസികൾ എന്തായിരിക്കും, എത്രമാത്രം ഗ്ലോബൽ എക്കണോമി അത് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ചലഞ്ചസ് ആയതുകൊണ്ട് തന്നെ പല എക്കണോമിസ്റ്റുകൾക്ക് പോലും അതിനൊരു മറുപടി പറയാൻ സാധിക്കുന്നില്ല, എങ്ങോട്ടാണ് ഈ ഗ്ലോബൽ എക്കണോമിയിലെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ലോകത്ത് പലയിടത്തും ഇപ്പോൾ ഒരു യുദ്ധം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ സിറിയ അടക്കം മിഡിൽ ഈസ്റ്റിൻ്റെ നല്ലൊരു ഭാഗത്തും മറ്റ് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെൻഷൻ ഇന്ത്യക്കാണേലും പാകിസ്ഥാനുമായിട്ടൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
എക്കണോമി ഒരു ഇപ്പോൾ വിപണിയെ സംബന്ധിച്ച് നമുക്ക് ഒരു അപ്ഡേഷനും കൂടി പ്രേക്ഷകർക്കായിട്ട് നൽകേണ്ടിയിരിക്കുന്നു. 52 പോയിന്റ് നേട്ടത്തോടെ 27,993 തന്നെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഫാർമ ഓഹരികളെല്ലാം നേട്ടം രേഖപ്പെടുത്തുന്നു, കൂടാതെ IT ഓഹരികളും നേട്ടം രേഖപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ IT ഫാർമ ഓഹരികളുടെ ഒരു പ്രതീക്ഷ ഏത് രീതിയിലായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ വർഷം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മെറ്റൽ ഓഹരികളിലെ നിക്ഷേപം നടത്തരുത് എന്നുള്ള രീതിയിലായിരുന്നു വിപണി വിദഗ്ധർ എല്ലാം തന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഹിൻഡാൽക്കോയ്ക്ക് വളരെയധികം വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പല ഫോർകാസ്റ്റുകളും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത് വിപണിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതൊരു പുതുമയൊന്നും അല്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും മാർക്കറ്റിൽ ഒരു റൊട്ടേഷൻ നടക്കും, സെക്ടേഴ്സ് തമ്മിൽ ഒരു റൊട്ടേഷൻ നടക്കും. അത് എന്തുകൊണ്ടാണ്? ഒരു എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വന്നൊരു സെക്ടർ വളരെ മോശമാകുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിൽ നിന്ന് ക്യാപിറ്റൽ മാറ്റി വേറെ എന്തെങ്കിലും പെർഫോമിംഗ് സെക്ടേഴ്സിൻ്റെ പുറകെ പോകും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെക്ടേഴ്സിൽ മോശമാകുന്ന സെക്ടേഴ്സിൽ എന്തെങ്കിലും കറക്റ്റീവ് മെക്കാനിസംസ് വരികയോ അല്ലെങ്കിൽ കമ്പനികൾ ഇതുപോലെ മെർജ് ചെയ്യുക, എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഒക്കെ ചേഞ്ച് ചെയ്ത് അവർ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ആകും. കൂടുതൽ ആളുകൾ വീണ്ടും അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടക്കുമ്പോഴാണ്. കണക്കെടുത്ത് നോക്കുമ്പോൾ മെറ്റൽ ഓഹരികൾ കഴിഞ്ഞ വർഷം വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിലും കഴിഞ്ഞ 4 വർഷത്തെ കണക്ക് മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ ഒരു വലിയ ഇടിവിൽ നിന്ന് അവർ കരകയറുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് അനാലിസിസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ താങ്കൾ ചോദിച്ച 2 കാര്യം, ഒന്ന് IT സ്റ്റോക്കിനെ പറ്റിയും ഒന്ന് ഫാർമ സ്റ്റോക്കിനെ പറ്റിയുമാണ്. IT ഓഹരികൾ ഒരു പരിധിവരെ അമേരിക്കൻ പോളിസിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരാളാണ് അമേരിക്കയിൽ ഭരണത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തിരിച്ചടിയും കൂടെ IT ഓഹരികൾക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഔട്ട്സോഴ്സിങ്ങിനും മറ്റുമൊക്കെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിനിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം ഭരണത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം അങ്ങനത്തെ പോളിസി സ്വീകരിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് അവിടെ വരാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതേസമയം ഫാർമ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫാർമ ഓഹരികൾ അത്ര മോശം സിറ്റുവേഷനിലല്ലായിരുന്നു കഴിഞ്ഞ വർഷവും. വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഫാർമ കമ്പനികളുണ്ട്. US FDA പോലെയുള്ള റെഗുലേറ്ററി ഏജൻസികളുടെ ഇൻസ്പെക്ഷൻ വരുമ്പോഴാണ് ചില ഫാർമ ഓഹരികൾക്ക് പ്രശ്നങ്ങളുണ്ടായത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫാർമ കമ്പനികൾ കഴിഞ്ഞ വർഷവും US അടക്കം പല ഫോറിൻ മാർക്കറ്റുകളിലും ഇന്ത്യൻ ഫാർമ കമ്പനികൾ വൻതോതിലുള്ള സെയിൽസ് ജനറേറ്റ് ചെയ്യുകയും അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫാർമ ഓഹരികളെ പറ്റി നല്ലൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. IT ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോഷ്യസ് ഔട്ട്ലുക്കാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. ശ്രീ ശരത് എസ് പിള്ള, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിപണി അല്ലെങ്കിൽ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഡിസംബറിൽ US ഫെഡറൽ റിസർവിൻ്റെ വായ്പാ നയം തന്നെയായിരിക്കാം. അവർ 4% വർധനവ് വരുത്തുകയാണെങ്കിൽ അത് വിപണിയിൽ ഏത് രീതിയിലായിരിക്കാം പ്രതിഫലിക്കുക? ഇതിനു മുൻപും അത്തരം ഒരു നടപടി സ്വീകരിച്ചപ്പോൾ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത്തരം പ്രത്യാഘാതങ്ങളൊന്നും ഇല്ലാതെ 1-2 ദിവസം വിപണിയിൽ ഒരു താഴ്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് വിപണി തിരിച്ചു കയറുന്നതാണ് കണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ തവണയും അത്തരം നടപടി സ്വീകരിച്ചാലും വിപണിയിൽ വലിയൊരു ഇടിവിനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും പ്രിൻസ് സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തിൽ ഓൾറെഡി മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാര്യം ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇനി റീസെന്റ് ആയിട്ട് അടുത്ത ഇമീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തിലും അതേ കണക്ക് തന്നെ US ഇലക്ഷന്റെ കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തിൽ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. അല്ലെങ്കിൽ വരുവാണെങ്കിൽ തന്നെ ഒരു മേജർ കറക്ഷൻ ഇതിനെ ബേസ് ചെയ്ത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാര്യം ഈ ഒരു ഡിസ്കൗണ്ടഡ് മോഡിൽ തന്നെയാണ് ആൾക്കാർ പലപ്പോഴും സേഫർ സൈഡായിട്ട് നിൽക്കുന്നത്. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഈ ഒരു ഹൈക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ വന്നാൽ അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണമെന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. കാര്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തുകൊണ്ട് അടുത്ത നല്ല ഷെയറുകളുടെയൊക്കെ അല്ലെങ്കിലും ഈ സമ്പത്ത് 2073 നമ്മൾ മാർക്കറ്റിൽ പലപ്പോഴും പറയുന്ന നല്ല ഷെയറുകളുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കണ്ടുകൊണ്ട് മുന്നേറാനാണ് പറയുന്നത്. ശ്രീ പ്രിൻസ് ജോർജ്, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക പരിഷ്കരണ നടപടികളെക്കുറിച്ചെല്ലാം പല രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങളും വരുന്നുണ്ട്, അതിനെ അനുകൂലിക്കുന്നുമുണ്ട്. ഇപ്പോൾ വേൾഡ് ബാങ്ക് റിപ്പോർട്ടുകളിലെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിഷ്കരണ നടപടികൾ കുറച്ചുകൂടി വേഗത വേണമെന്നാണ്. പക്ഷേ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ പലപ്പോഴായിട്ട് ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. കാരണം മാനുഫാക്ചറിംഗ് സെക്ടറിലെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ IIPയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് മാനുഫാക്ചറിംഗ് സെക്ടറാണ്, ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറാണ്, ഈ ഒരു മേഖലകളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പരിഷ്കരണ നടപടികളെ ഏത് രീതിയിൽ വിലയിരുത്തുന്നു? ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ അത് വിപണിക്ക് ഗുണം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? 2 ഇഷ്യൂസാണ് ഇവിടെ ഇപ്പം താങ്കൾ ചോദിച്ചത്. ഒന്ന്, മേക്ക് ഇൻ ഇന്ത്യയെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള റിഫോംസ് വെച്ചിട്ട് മേക്ക് ഇൻ ഇന്ത്യ സക്സസ്ഫുൾ ആക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മേക്ക് ഇൻ ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ ഒരു ക്യാമ്പയിൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. റിയാലിറ്റിയുമായിട്ട് അത്ര ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. കാരണം ഇന്ത്യ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചർ ആകണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചൈന പോലെയുള്ള മാനുഫാക്ചറിങ്ങിൽ വലിയ മുൻതൂക്കം നേടിയിട്ടുള്ള രാജ്യങ്ങൾ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അതായത് മലേഷ്യ, തായ്വാൻ, ഒത്തിരി രാജ്യങ്ങളുണ്ട്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്തുകൊണ്ട്
മാനുഫാക്ചറിങ് ഇവിടെ വൻതോതിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ചില സെക്ടേഴ്സ്, ഇപ്പോൾ ഇന്ത്യ ഒരു ഡിഫൻസിലൊരു മേജർ ബയർ ആയതുകൊണ്ട് തന്നെ ഡിഫൻസ് കമ്പനികളുമായിട്ട് കോൺട്രാക്റ്റ് വെക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ മാനുഫാക്ചർ ചെയ്യണമെന്നൊക്കെയുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് വെച്ച് അങ്ങനെ കുറച്ച് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതല്ലാതെ ഒരു മാനുഫാക്ചറിങ് കൺട്രി ആയിട്ട് ഇന്ത്യ മാറണമെന്നുണ്ടെങ്കിൽ ലേബർ റിഫോംസ് അടക്കം വൻതോതിലുള്ള റിഫോംസും വൻ അഴിച്ചുപണികളും ഇവിടെ നടത്തേണ്ടി വരും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. മറ്റ് റിഫോംസുകളൊക്കെ ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഇത്രയും റിഫോംസ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒരു പോയിന്റാണ് ഇത്തവണ മുന്നോട്ട് പോകാൻ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിഫോം ചെയ്യുന്ന പോലെ തന്നെ മറ്റു രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ എക്കണോമിയിൽ നമ്മൾ ചെയ്യുന്ന റിഫോംസ് പോരാ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു ആത്മാർത്ഥതയുള്ളതും കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയും കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യുകയും വേണം. പക്ഷേ ഇന്ത്യക്കുള്ള ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു ഡെമോക്രസി ആയതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു വിപ്ലവകരമായ അല്ലെങ്കിൽ ഒരു പരിഷ്കാരമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. പക്ഷെ അത് പാസ്സാക്കിയിട്ടും വിപണി അത് വേണ്ട രീതിയിൽ അതിനെ കണ്ടില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തിയില്ല എന്നൊരു തോന്നലില്ലേ? അല്ല, അത് GST സിംബോളിക്കായിട്ട് ഇപ്പോൾ പാർലമെന്റ് ഒരു കൺസെൻസ് ഉണ്ടായി പാസ്സായെങ്കിലും ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ GST കൗൺസിലുണ്ടായ ഡിസ്കഷൻസ് ഒക്കെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ 4 തരത്തിലുള്ള സ്ലാബ്, ഒത്തിരി കോംപ്ലിക്കേഷൻസ്. ആക്ച്വലി GST കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു സിമ്പിൾ ടാക്സ് സ്ട്രക്ചറാണ് ആളുകൾ പ്രതീക്ഷിച്ചത്. കാരണം ഗുഡ്സിനും ചരക്കുകൾക്കും സേവനങ്ങൾക്കും എല്ലാം കൂടെ ഒരേ നികുതി, വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുക, ഒത്തിരി ടാക്സ് കോംപ്ലിക്കേഷൻസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയലിങ്ങുകളും ഒക്കെ ഒഴിവാക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡിസ്കഷൻസ് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു വിമർശനം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു മാർക്കറ്റ് വലിയ തോതിലുള്ള എന്തൂസിയാസം ഒന്നും GST പാസ്സാക്കിയപ്പോൾ കാണിച്ചില്ല. ശ്രീ ശരത് എസ് പിള്ള, ഇപ്പോൾ കമ്മോഡിറ്റി വിപണിയും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അസംസ്കൃത എണ്ണയുടെ വില തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. സ്വർണ്ണത്തിൻ്റെ ആണെങ്കിലും വില ഉയർന്നു വരുന്നൊരു സാഹചര്യം. ഇത് വിപണിയിൽ ഏത് രീതിയിലാണ് പ്രതിഫലിക്കുന്നത്? ഈ ക്രൂഡിൻ്റെ വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ അപ്സൈഡ് ഒരു ടെമ്പററി ഫിനോമിനയായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനൊരു ലോങ് ടൈമിൽ ഒരു ക്രൂഡിന് വലിയൊരു അപ്സൈഡ് കാണുന്നില്ല. ബിക്കോസ് ഈ ഒരു ക്രൂഡിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പല സെക്ടറുകളുടെയും റോ മെറ്റീരിയൽസിനെ സാരമായിട്ട് ബാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ പെയിൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ബാധിക്കുന്നത് ഒരു ക്രൂഡിൻ്റെ ഒരു പ്രൈസ് ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന ഒരു റിക്കവറി എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഫിനോമിന മാത്രമാണ്. അവസാനമായി നമുക്ക് സമയപരിമിതിയുണ്ട്, നമുക്കിവിടെ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവസാനമായി ശ്രീ പ്രിൻസ് ജോർജ്, ഈ ഒരു വർഷം വിപണിയിൽ അല്ലെങ്കിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഏതെല്ലാം മേഖലയിൽ നിക്ഷേപിക്കാനാണ് താങ്കൾ സജസ്റ്റ് ചെയ്യുക? കൂടുതലും ഒരു ഫോർകാസ്റ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഓഹരികളായിട്ട് താങ്കൾ കാണുന്നത് ഏതെല്ലാമാണ്? അല്ല, ഒത്തിരി സെക്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കൺസ്യൂമർ ഫേസിംഗ് ആയിട്ടുള്ള സെക്ടേഴ്സൊക്കെ വളരെ മികച്ചതായിരിക്കും. നല്ലൊരു മൺസൂൺ കിട്ടി, അതുപോലെ തന്നെ പല രീതിയിലുള്ള ആളുകളുടെ കയ്യിൽ കാശ് കുറച്ച് ഏറെ വരാനായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പേ കമ്മീഷൻ ഫിഗേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ കാശ് വരുമ്പോൾ സ്പെൻഡിങ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഫെസ്റ്റിവൽ സീസണിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മാർക്കറ്റിൽ നിന്നുള്ള സൂചനകൾ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ, ഓട്ടോ കമ്പോണൻസ്, അതുപോലെയുള്ള അത്തരം സെക്ടേഴ്സ്. പിന്നെ സമീപകാലത്ത് ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തൊരു സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു വേസ്റ്റ് പീരീഡ് കഴിഞ്ഞു. ഇനിയും ഉള്ള ഒരു റണ്ണിൽ അതിനൊരു പ്രയോജനം കിട്ടാം. റിയൽ എസ്റ്റേറ്റ് ഓഹരികൾ നന്നായിരിക്കും. കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച പെർഫോമൻസ് കാണിച്ച ഒരു മേഖലയാണ് NBFC സെക്ടേഴ്സ്. ബാങ്കിങ് തളർച്ചയാണെങ്കിലും NBFCകളെല്ലാം മികച്ച രീതിയിലാണ് വന്നിരുന്നത്. അതിൽ ചില ഓഹരികളുടെ വില ഇച്ചിരി കൂടിപ്പോയെങ്കിലും എനിക്ക് തോന്നുന്നത് NBFCകൾക്ക് ഇനിയും ഗ്രോ ചെയ്യാൻ, നല്ല NBFC കമ്പനികൾക്ക് ഇനിയും ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2073 വിപണിക്ക് ഗുണകരമായിരിക്കും. ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലകളിലെല്ലാം പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള നേട്ടമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സമ്പത്ത് 2073 അനുബന്ധിച്ചുള്ള ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പ്രിൻസ് ജോർജ്, ശ്രീ ശരത് എസ് പിള്ള എന്നിവർക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു.